നാടകം ബലിമൃഗങ്ങൾ. രചന സംവിധാനം മനോജ് കൊളപ്പ. ശബ്ദമിശ്രണം മനോജ് കെ ഗോവിന്ദ്, കണ്ണൂർ സംഗീത കൂട്ടായ്മ. ശബ്ദം നൽകിയവർ ശശിധരൻ, രാജീവൻ കുറുമാത്തൂർ, രാകേഷ് ബാബു, ജ്യോതി ദിവാകർ, പ്രീത പവി, ജലജകുമാരി, ബിന്ദു അജിത്, ഹരിദാസ് കൊട്ടക്കാനം, അനീഷ് മച്ചാട്ട്, സജനു പണിക്കർ, പ്രതീഷ്, റനീബ് കക്കാട്, വിനീഷ് ഗോവിന്ദ്, വിജയകുമാർ, മനോ മട്ടന്നൂർ, അനൂപ് കമ്പിൽ, സരിത് തെക്കയിൽ ആൻഡ് മനോജ് കൊളപ്പ. നാടകം ആരംഭിക്കുന്നു. ബലിമൃഗങ്ങൾ. അപ്പാ, അപ്പാ, നമുക്ക് തെയ്യം കാണാൻ പോവാം. അപ്പൻ എന്തോ ഒന്നും മിണ്ടാതെ. അപ്പൻ മോളെ അമ്മയെക്കുറിച്ച് ഓർത്തുപോയി. നിങ്ങൾ പോയിക്കോ, എനിക്ക് പനി കുറഞ്ഞിനി. നിങ്ങൾ പോകുമ്പം മോളെയും കൂടെ കൂട്ടിക്കോ. തെയ്യത്തിനെ കണ്ടിട്ട് വന്നാൽ മതി. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വേഗം വരാം. നീ ഈ വാതിൽ ചാരിക്കിടന്നു. ഞങ്ങളെ കാക്കണ ദൈവങ്ങളല്ലേ, പോകാതെ പറ്റൂ. പൈതങ്ങളെ, എന്താ എന്റെ പൈതങ്ങൾ എന്നെ മറന്നോ? ഇല്ല അല്ലേ? ദുരിതങ്ങൾ പലതും വരും. അതൊക്കെ മറികടന്നു പോകാൻ ഞാൻ കൂടെ ഉണ്ടാവും കേട്ടോ. എന്തോ മാറി വന്ന് ഭവിച്ചതായി കാണുന്നല്ലോ. എന്തോ എന്റെ പൈതലിനു കാർമേഘം വന്ന് മൂടിയ പോലെ. അവൾക്കിത്തിരി ദീനം കൂടുതലാണ് ദൈവം. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം ഉണ്ടായാൽ മതി. അടിയങ്ങൾക്ക് മറ്റാരുമില്ലല്ലോ. വിഷമം വേണ്ട, ഞാൻ കാത്തുകൊള്ളാം. എടോ, ഇവനല്ല, ഇവന്റെ അപ്പനും നന്നാവൂല. എന്തോന്ന് വരാനാ? തെയ്യം എന്തെല്ലാം പറയും എന്റെ മാതിരത്തി. നീയൊന്നും മിണ്ടാണ്ടിരി. എടക്കൊട്ട, നിന്റെ ഈ പണ്ടാരം പിടിച്ച വർത്താനം പറയല്ല. എന്നിട്ട് എനക്കെന്ത് ഗുണാദൈവം തന്നിന്? വെറുതെ ഞാൻ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നില്ല മാതിരത്തി. ഞാൻ എൻ്റെ വരക്കോട്ട്. അല്ല, ഇവൾ വാതിൽ ചാരാതെയാണോ കിടന്നത്? മല്ലികേ, മല്ലികേ, മല്ലികേ. എന്റെ ദൈവേ, ഇവൾ അനങ്ങുന്നില്ലല്ലോ. കണ്ണാ, വിജയ, ഒന്ന് ഓടിവാ. ആരെങ്കിലും ഒന്ന് വേഗം ഓടിവാ. മാഷേ, മാഷേ,
മാഷ് ആരാ? ആ എന്താ രാജാ? മാഷേ മാഷേ അവള് ചോര വാർന്ന് കിടക്കുക മാഷേ. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, എന്താ പറ്റിയെന്നറിയില്ല. മാഷൊന്ന് വാ, ഒന്ന് വരൂ മാഷേ. രാജാ, എനിക്ക് നല്ല സുഖമില്ല, നല്ല ക്ഷീണം തോന്നുന്നു. നീ ഒരു കാര്യം ചെയ്യ്, സുഖം ഉണ്ടാവാടാ, വേഗം സുഖം എടുത്ത് വയ്ക്കോ. സുഖു 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 ഒന്ന് വാതിലോർക്ക് സുഖു. എന്താ രാജ, എന്ത് പറ്റി? നീ ഇന്ന് തെയ്യത്തിന് പോയിട്ടില്ലായിരുന്നാ? സുഖു, നീ ഒന്ന് പോയി വേഗം മാലതേടത്തിനെ കൂട്ടിയിട്ട് വാ സുഖു. ഒരു തെയ്യം കാണാൻ പോയിട്ടുണ്ട്, എന്നോട് ചോര വന്ന് കിടക്കുക സുഖു. ഒന്ന് വേഗം പോയിട്ട് വാ സുഖു. നീ എന്തെന്നാ ഇപ്പൊ പറയുന്നേ? ഞാൻ വേഗം പോയിട്ട് കൂട്ടിയിട്ട് വരാട്ടാ. എന്തോ മോശം ലക്ഷണമാണല്ലോ സുഖു. രണ്ടാളും ഒന്ന് വേഗം വാ, ഇവൾ അനങ്ങുന്നില്ല, നോക്ക്. സുഖു, ഇനി ഒന്നും പറയാനില്ല, കുറച്ച് വൈകിപ്പോയി. പനിയുടെ കൂടെ ചോരപോക്കും വന്നൂല്ലേ? നീ എല്ലാരെയും അറിയിച്ചോ? ഭൂതകാല സ്മരണകൾ മനസ്സിനെ വേദനിപ്പിക്കുമ്പോഴും രാജനും മകൾക്കും മറ്റൊരു ഉത്സവകാലം കൂടി കടന്നു പോവുകയാണ്. അപ്പൻ എന്താ ആലോചിക്കുന്നേ? ശരി മോളെ, വാ നമുക്ക് തെയ്യം കാണാൻ പോകാം. അപ്പനും മോളും ദൈവത്തോട് നല്ലോണം പ്രാർത്ഥിച്ചോ? അത് പിന്നെ പറയണോ കറുപ്പാ? ഇവരൊക്കെ എന്ത് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? അല്ല എന്താ നിന്റെ മോന്ത കണ്ടല്ലോ, എവിടെ കൊണം പിടിക്കാനാ തുറപ്പാ? ബെല്ലടിച്ചത് കേട്ടില്ലേ? എല്ലാരും വേഗം ക്ലാസ് കയറിയിരിക്കേ. ടീച്ചറെ, നമ്മൾ വെള്ളം കുടിച്ചിട്ട് വരട്ടെ? ആ, വേഗം വന്നേക്കണം. മാഷേ, ആ കുട്ടി രാജന്റെ മോളാ, നന്നായിട്ട് പഠിക്കും. ആ, എനക്കറിയില്ലേ, അവര് എൻ്റെ വീട്ടിൻ്റെ അടുത്തല്ലേ. അമ്മയില്ലാത്ത കുട്ടിയായി പോയില്ലേ? എന്താ ചെയ്യുക, ഓരോ യോഗം എന്നല്ലാണ്ട് എന്താ പറയണ്ടേ. ഈ കുട്ടീൻ്റെ അമ്മ നല്ല സുന്ദരിയായിരുന്നു അല്ലേ മാഷേ? ഓ, മോള് അതിനേക്കാൾ സുന്ദരിയല്ലേ. ശ്രീധര മാഷേ, കുട്ടികൾക്ക് നിങ്ങളുടെ ക്ലാസ് മാത്രം മതി എന്നാ പറയുന്നത്. ആ, അതെ അതെ, നാട്ടിൽ മാഷെപ്പറ്റി പറയാൻ 100 നാവാണല്ലോ. അതെല്ലാം നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാ. എടോ തൊരപ്പാ, നീ സംഭവം അറിഞ്ഞനാ? എന്താണ് കുമാരാ? ഈ കുഗ്രാമത്തില് നമ്മുടെ തോടിന് പുറകെ ഒരു പാലം വരുന്നെന്ന് ഇവിടെ നമ്മുടെ മാഷാണ് പറഞ്ഞത്. അല്ല, മാഷ് നുണയും പറഞ്ഞു തുടങ്ങിയ? അല്ല, നിങ്ങൾ അറിഞ്ഞില്ലേ? എന്തെന്ന്? നമ്മളെ ചന്ദ്രയും തേങ്ങ പൊളിക്കാൻ വരുന്ന കണ്ണനും തമ്മില് എന്തെല്ലോ ഉണ്ട് പോലും. എൻ്റെ തൊരപ്പാ,
നീ ഇങ്ങനെ പറഞ്ഞു പരത്തല്ലേ. എടോ, നാളെയല്ലേ മാഷ് നാട്ടിൽ വായനശാല ഉണ്ടാക്കാനുള്ള മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞത്? വായനശാല, അതും സ്കൂളിൽ പോകാത്ത നമ്മക്ക്. ചെല്ല് ചെല്ല്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം കുറഞ്ഞുപോയി എന്ന് കരുതി ഇനി ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നമ്മുടെ നാട്ടിലെ വായനശാലയിലൂടെ നിങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ ഞാനും ഇവിടുത്തെ മറ്റ് അധ്യാപകരും തയ്യാറാണ്. ഇനിയും എന്നെക്കൊണ്ടാവും വിധം ചില കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അക്ഷരാഭ്യാസമില്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരിൽ ഒരാളാണ് നിങ്ങളെങ്കിൽ ഒട്ടും നിരാശരാകേണ്ടതില്ല. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളെല്ലാവരുമുണ്ട്. നിങ്ങളുടെ ജോലി കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരങ്ങളിൽ നിങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങൾ സൗകര്യമൊരുക്കുകയാണ്. ഈ മാഷ് വന്നതിന് ശേഷം നമ്മളെ നാട് ശരിക്കും ഉണർന്നത് അല്ലേ? അത് ശരിയാ കേട്ടോ. നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യത്തിനും നമ്മൾ ഈ മാഷുണ്ട്. എടോ അംബികേ, അംബികേ. എന്താ വരുന്നു? പരിപാടിയൊക്കെ കഴിഞ്ഞു? കഴിഞ്ഞു. പക്ഷെ വല്ലാത്ത ക്ഷീണം തോന്നുന്നു. നീ ലേശം മോരും വെള്ളം എടുത്താട്ടെ. പിന്നെ മാഷെ, നമ്മുടെ താഴത്തെ വീട്ടിലെ അമ്മണി വന്നിരുന്നു. എന്താ കാര്യം? അവർക്ക് കുട്ടിക്ക് മരുന്ന് വാങ്ങാൻ പൈസ വേണം എന്ന് പറഞ്ഞു വന്നതാ. എന്നിട്ട് നീ കൊടുത്താ? മോൻ ഇട്ട് വെച്ച പൈസ ഞാൻ എടുത്തു കൊടുത്തു. അത് സാരമില്ല. തൽക്കാലം കാര്യം നടക്കട്ടെ. അച്ഛാ, ഞാൻ ബാംഗ്ലൂർ പോയാലോ എന്ന് ആലോചിക്കുകയാണ്. അവിടെ പിന്നെ നമ്മുടെ ഇളയമ്മയുടെ മോൻ ശരത്തേട്ടനുണ്ടല്ലോ, ഏട്ടൻ്റെ കൂടെ ജോലി നോക്കാം. അതെ, നീ ഇവിടെ നിന്നാൽ വെറുതെ ഉഴപ്പിക്കളിക്കും. അവിടെ പോയി വല്ലതും നോക്കുന്നതാണ് നല്ലത്. ഇപ്പൊ തന്നെ 10-30 വയസ്സായില്ലേ? അതെ, അതാ നല്ലത്. ശരി, ഞാൻ നാളെ ഇവനെ അവൻ്റെ അടുത്തേക്ക് അയക്കാം. അച്ചോ, നമുക്ക് ഒന്നിച്ച് ജീവിക്കാല്ലേ? പിന്നെ അല്ല എൻ്റെ കുട്ടി, നിന്നെ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ പിന്നെ ഞാൻ ആരെ കൂട്ടാനാ? അച്ചുവിനെ എന്നെ അത്രയ്ക്ക് ഇഷ്ടാണോ? ഈ പച്ചപ്പുള്ള കാടും കിളിനാദവും അരുവികളുടെ കളകള ശബ്ദവും ഇഷ്ടപ്പെടുന്നത് പോലെ നിന്നെയും ഞാൻ പ്രണയിക്കുന്നു. അച്ചു വിട്, ആരെങ്കിലും കാണും? ആര് വരാൻ? ആരും വരില്ല. ഈ കാട്ടില് നമ്മൾ മാത്രം. മാഷേ, മാഷേ. അല്ല, ആരാ ഇത്? രാജനാ? വാ വാ വാ, ഇരിക്ക്. എന്തല്ല വിശേഷം? മാഷേ, മോൾക്ക് ഇനി അടിവാരത്ത് സ്കൂളിൽ പോയി പഠിക്കാനാണ് ഇഷ്ടം. ഇനി 10ാം തരല്ലേ. എനിക്കിതൊന്നും അറിയില്ല മാഷേ. അത് സാരമില്ല, അതെല്ലാം ഞാൻ ശരിയാക്കി തരാം.
മാഷുള്ളത് കൊണ്ട് എനിക്കും മോൾക്കും പേടിയേയില്ല. രാജ, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞങ്ങളൊക്കെ കൂടെയില്ലേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ മാഷേ. ആ ഓക്കെ രാജ, നീ പോയിട്ട് വരൂ. അവർക്ക് നമ്മളല്ലേ ഉള്ളൂ. ആ, എന്താ ചെയ്യാ, കഷ്ടം. മാഷേ, എങ്ങോട്ടാ രണ്ടാളും? ഇവൻ ബാംഗ്ലൂരല്ലേ, ലീവിന് വന്നിട്ട് തിരിച്ചു പോന്നതാ. മാഷേ, മോൻ പെണ്ണ് കെട്ടാറായില്ലേ? ഞാൻ അന്വേഷിക്കണ. അനീഷേ, ഇപ്പോൾ വേണ്ട, ഞാൻ സമയമാകുമ്പം പറയാം. അച്ഛാ, ഇത് ബസ് വരുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാം കേട്ടോ. എടാ അച്ചു, നീ എനിക്ക് എന്താ തന്നേ? എനിക്ക് തല കറങ്ങുന്ന പോലെ. നീ പേടിക്കണ്ടട്ടാ, ഞാനില്ല എൻ്റെ കൂടെ. നിനക്ക് ഞാനൊരു പാട്ട് പാടിത്തരാം. ഭൂമി കറങ്ങുന്നുണ്ടോടി. ശ്യാമ, ഇവിടെ വരൂ. നിന്നെയും അച്ചുവിനെയും ചേർത്ത് നാട്ടുകാർ പലതും പറയുന്നല്ലോ. മോളെ, അവരൊക്കെ വലിയ ആൾക്കാരാണ്. നിനക്കറിയോ, അവൻ മയക്കുമരുന്നിന് അടിമയുമാണ്. ഇതൊക്കെ അറിയോ നിനക്ക് ശ്യാമ? മാമ, ഞാൻ ഇനി ശ്രദ്ധിക്കാം. ഇവിടെ ആരുമില്ലേ? ആരാ അത്? ഓ, വാ വാ, ഇരിക്ക്. അല്ല, നിങ്ങളെ കാണാനേ ഇല്ലല്ലോ. ഞാൻ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പല തിരക്ക് കാരണം ഇന്നാണ് ഇവിടെ വരാൻ പറ്റിയത്. പിന്നെ ഞാൻ വന്നത്, നമ്മുടെ വായനശാലയിൽ ഞായറാഴ്ച ഒരു പരിപാടിയുണ്ട്. മദ്യം, മയക്കുമരുന്ന്, ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്. ഓഹോ, അതെയോ? നല്ല കാര്യം തന്നെ. അതെ, എന്തായാലും പരിപാടിയിൽ നിങ്ങൾ പങ്കെടുക്കണം. മോളെ, അച്ഛൻ വന്നാൽ ഒന്ന് പറഞ്ഞേക്കണേ. ആയിക്കോട്ടെ, തീർച്ചയായും ഞാൻ വരും. ഏടാച്ചേ, ഇതൊന്ന് നീ പിടിപ്പിക്കടാ, എല്ലാം റെഡിയാകും. എടാ എടാ വേണ്ടടാ, പ്രശ്നാവും. വലിക്കട, നീ ഇതൊന്ന് വലിച്ചു നോക്ക്. എത്ര മനോഹരം, എത്ര സുന്ദരം. ഉഫ്. എടാ, ഞാൻ എൻ്റെ പെണ്ണിനൊന്ന് കണ്ടിട്ട് വരാം. എടാ വേണ്ട വേണ്ട, ഈ രാത്രിയിലോ? നീ പോകണ്ട. ഞാൻ പോകും, എന്തായാലും ഞാൻ പോകും. എടാ, നീ അറിഞ്ഞോ നമ്മുടെ രാജന്റെ മകൾ ആത്മഹത്യ ചെയ്തെന്ന്? അതെ, കഷ്ടം. ആ ചെക്കൻ ബാംഗ്ലൂരിൽ പോയിട്ട് വേഗം വന്നിന് പോലും. അത് ഇവളെ കാണാനാ. എന്തെല്ലോ കേൾക്കുന്നുണ്ട്.
എന്താ രാജാ, കയ്യിൽ തോക്കെല്ലാം പിടിച്ചിട്ട് വല്ലതിനെ വെടിവെച്ചാ? അല്ല, കയ്യിൽ ചോരയുണ്ടല്ലോ. എൻ്റെ കുടുംബത്തെ നശിപ്പിച്ച ഒരു കാട്ടുപോത്തിനെ ഞാൻ കൊന്നു. മാഷേ, എനിക്കല്പം മദ്യം തരൂ. ഇന്നെനിക്ക് കുടിക്കണം. അല്ല, കുടിക്കാത്ത എനിക്ക് എന്തിനാണോ മദ്യം? ഇതാ കുടിച്ചോ. എടോ, ചങ്ക് പാടിപ്പോവേ. മാഷേ, എനിക്കിനി എന്താ ഉള്ളത്? ആരാ ഉള്ളത്? രാജ, നീ വെറുതെ ഇങ്ങനെ ദുഃഖിച്ചിട്ട് എന്താ കാര്യം? എനിക്കെൻ്റെ ഭാര്യയെ നഷ്ടപ്പെട്ടതല്ല, നീ കൊന്നതല്ലേ നീചൻ. നീജ, ഞാൻ അറിഞ്ഞില്ലെന്ന് നീ കരുതിയോ? കൊട്ടാൻ തുറപ്പ്, അവൻ പാവമാണ്. എൻ്റെ കാല് പിടിച്ച് കരഞ്ഞു, എല്ലാ സത്യവും തുറന്നു പറഞ്ഞു. എല്ലാം കണ്ടവന് നീ പറയാതിരിക്കാൻ പൈസയും കൊടുത്തു. നീജൻ. ഞാൻ കേട്ടത് അത്രയും സത്യമാണോ? നിങ്ങളാണോ അവളെ കൊന്നത്? ഇവ മദ്യപിച്ച് എന്തൊക്കെയോ പിച്ചും പേയും പറയാ. എടി, നീ അകത്ത് പോ. അപ്പോൾ അച്ഛനും മകനും എന്നെ വഞ്ചിക്കുകയായിരുന്നു അല്ലേ? എടി അംബികെ, നീ മിണ്ടരുത്. നിന്നെ ഞാൻ തൊട്ടുപോകരുത് തന്നെ. ഒരു കുടുംബത്തെ തീരാ ദുഃഖത്തിനാഴ്ത്തി നിങ്ങൾ എന്തു നേടി? സമൂഹത്തിൽ മാന്യമായി ജീവിച്ച നിങ്ങൾ എല്ലാവരെയും ചതിക്കുകയല്ലേ ചെയ്തത്? ഇനിയും നിങ്ങളെപ്പോലെയുള്ളവർ ജീവിച്ചിരിക്കാൻ പാടില്ല. ഇതിനുള്ള ശിക്ഷ ഞാൻ വിധിക്കുന്നു. അയ്യോ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ എൻ്റെ പൊന്നുമോളെ നശിപ്പിച്ച നിങ്ങളുടെ മകൻ എനിക്ക് കൊല്ലേണ്ടി വന്നു. ഞാൻ അവനെ കൊന്നു. ഈ നീചനെ ഞാൻ കൊല്ലുമായിരുന്നില്ലേ? ഞാൻ കൊല്ലുമായിരുന്നില്ലേ? ഒരു അമ്മയുടെ വേദന, ഒരു മകളുടെ, അച്ഛൻ്റെ തീരാ ദുഃഖം, എല്ലാം എനിക്കും മനസ്സിലാകും. ഞാനും ഒരു സ്ത്രീയല്ലേ. രാജേട്ടാ, അപ്പാ. എൻ്റെ പൊന്നുമോളും മോളെ അമ്മയുള്ളിടത്തേക്ക് ഞാനും പോകട്ടെ.